ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് ചാണക്യൻ. അതുകൊണ്ട് തന്നെ ചാണക്യന്റെ ദാർശനിക ഗ്രന്ഥങ്ങളെല്ലാം പ്രശസ്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളെ കുറിച്ചും ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം നാം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും സഹായിക്കാൻ പാടില്ലാത്ത ചിലരുണ്ട്. ദാരിദ്ര്യമെങ്കിലും ജീവിതം നശിക്കാനിടയായാലും ഇവരെ ഒരിക്കലും സഹായിക്കരുത്. അത്തരത്തിൽ സഹായിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല. മാത്രമല്ല, ഇവർ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ വെല്ലുവിളിയായി തീരും. അത്തരം ആളുകൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും സാധുവായ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെങ്കിൽ നാം എല്ലാം മറന്ന് പലപ്പോഴും സഹായം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് അത്തരത്തിൽ ഒരു അവസ്ഥ വന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ശരിക്കും അവർ കുഴപ്പത്തിലാണോ, അതോ അത്തരത്തിൽ അഭിനയം കാഴ്ചവെക്കുകയാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ സഹായിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ കൂടി കുഴപ്പത്തിലാകുകയാണ് ചെയ്യുന്നത് എന്നതാണ് സത്യം. പലപ്പോഴും അവരുടെ പെരുമാറ്റവും സ്വഭാവവും തന്നെയാണ് ഇവരെ കുഴപ്പത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം ഒരാളെ സഹായിക്കാൻ. സഹായത്തിന് വേണ്ടി മാത്രം നിങ്ങളെ ആശ്രയിക്കുകയും അത് കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യുന്നവരാണെങ്കിലും അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇത്തരത്തിൽ വിശ്വസ്തതയില്ലാത്തവരെ ഒരു കാരണവശാലും സഹായിക്കരുത് എന്ന് മാത്രമല്ല, അവരെ തിരിഞ്ഞു പോലും നോക്കരുത്. ഇത് നിങ്ങൾക്കും വളരെ വലിയ ഒരു വെല്ലുവിളിയായിത്തീരുന്നു. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചതിന് ശേഷമേ സഹായിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കൂടി അത് പ്രശ്നത്തിലാകും എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരുടെ കെണിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ ഏകാന്തതയും സങ്കടവും ഉള്ളവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇത്തരം വികാരങ്ങൾ അഭിനയിക്കുന്നവരാണ് എങ്കിൽ രണ്ടു വട്ടം ആലോചിക്കേണ്ടതാണ്. കാരണം അവർ ഒരിക്കലും സന്തുഷ്ടരായിരിക്കില്ല. ലോകം തന്നെ കാൽക്കീയിൽ കൊണ്ടുവച്ചാലും ഇവർ സന്തോഷിക്കുകയില്ല. എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് ആലോചിച്ച് വിലപിച്ചു കൊണ്ടിരിക്കും. ഇത്തരക്കാരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് കൂടി പൊല്ലാപ്പാവുകയേ ഉള്ളൂ. ഒരു കാരണവുമില്ലാതെ വിഷമിക്കുന്നവരെ അതുകൊണ്ട് തന്നെ അകറ്റി നിർത്തുകയാണ് വേണ്ടത്. ഇവർ നിങ്ങൾക്ക് കൂടി നെഗറ്റിവിറ്റി പകർത്തുകയേ ഉള്ളൂ. ഇതിനു മുമ്പ് നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റു സാഹചര്യത്തിൽ പരിചയപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരായാലും ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യമേ ചതിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടു വട്ടം ആലോചിച്ച് ഒരിക്കൽ കൂടി ഇവരുമായി ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ. കാരണം അവരുടെ ആവശ്യം അടുക്കുമ്പോൾ അവർ പിന്നെയും നിങ്ങളെ സമീപിക്കും. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മറന്നിട്ടുണ്ടാവും. നിങ്ങളെ അവർക്ക് എളുപ്പത്തിൽ പറ്റിക്കാനാവുമെന്ന ചിന്ത അവരിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഗൗരവപരമായി കാണണമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പലതരം ആളുകൾ ഉണ്ടാവും. അവർ താൽക്കാലികമായി നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. പക്ഷേ അവരുടെ പിന്നാമ്പുറം എന്താണെന്നോ ശരിക്കും അവർ ആരായിരിക്കുമെന്നോ നിങ്ങൾക്കറിയില്ല. അവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി നിങ്ങൾക്കരികിൽ അവർ വളരെ നല്ല രീതിയിൽ അഭിനയിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിന്നും അവർ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തനിനിറം പുറത്തു വരുന്നു. പിന്നെ അവരുമായി നിങ്ങൾക്ക് ശത്രുതയാകേണ്ടി വന്നേക്കാം. അത് വലിയ അപകടത്തിൽ വരെ ചെന്നെത്തിക്കും. അത്തരം ആളുകളെ വളരെ ഗൗരവപൂർവ്വം വീക്ഷിച്ചതിന് ശേഷമേ എന്തു സഹായവും ചെയ്യാവൂ എന്ന് ചാണക്യൻ പറയുന്നു. എപ്പോഴും ഓർക്കേണ്ടത് വിഡ്ഢികളെ സഹായിക്കരുത് എന്നതാണ്. അറിവ് പകർന്നു നൽകുന്നത് പോലും പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ ശരിയായ ദിശയിൽ മനസ്സിലാക്കുന്നതിന് പോലും ഇവർ ശ്രമിക്കില്ല. മാത്രമല്ല, പല കാര്യങ്ങളെക്കുറിച്ചും ഇവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവരെ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിനോ ഒരിക്കലും ശ്രമിക്കരുത്. അത് അത്ര നല്ല ഒരു കാര്യമായല്ല കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാണക്യൻ പറയുന്നത് ഒരിക്കലും ഇത്തരക്കാരെ സഹായിക്കുന്നതിനോ അവരെ ഉപദേശിക്കാനോ പോവരുത് എന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.